5 ഷോർട്ട് കട്ട് കൊണ്ട് ഒരു ചാപ്റ്റർ മുഴുവൻ നമുക്ക് പഠിച്ചെടുക്കാം. ഒരു 20 മിനിറ്റ് ചെലവഴിച്ചാൽ നിങ്ങൾക്ക് ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറഞ്ഞ ചാപ്റ്റർ ഫുൾ ആയിട്ട് പഠിക്കാം. ഓണം എക്സാമിന് 15 മാർക്കിൽ കൂടുതൽ വാങ്ങാൻ ഈ വീഡിയോ കണ്ടാൽ മതി. ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഏഗൺ ലേണിംഗ്. 20 മിനിറ്റ് കൊണ്ട് ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ സെറ്റ് ആക്കാൻ പോവുകയാണ്. അതിലെ മുഴുവൻ കൺസെപ്റ്റും 20 മിനിറ്റ് കൊണ്ട് പഠിച്ചു തീർക്കാൻ പോവുകയാണ്. അപ്പോൾ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ നോക്കുന്ന പോയിന്റ് മോൾ കോൺസെപ്റ്റ് ആണ്. മോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ്. 3 രീതിയിലാണ് മോൾ കാൽക്കുലേറ്റ് ചെയ്യുക. 3നും എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഗിവൺ മാസ് ഗ്രാമിലാണെങ്കിൽ, ഗിവൺ മാസ് ഗ്രാമിലാണ് 230 ഗ്രാം സോഡിയം എത്ര മോളാണെന്ന് ക്വസ്റ്റ്യൻ വന്നാൽ, അതായത് ഗിവൺ മാസ് ഗ്രാമിലാണ് തന്നെങ്കിൽ, ഗിവൺ മാസ് ആണ് തന്നെങ്കിൽ മോളിലേക്ക് മാറ്റാൻ ഗിവൺ മാസ് ബൈ ഗ്രാം മോളിക്കുലർ മാസ് അല്ലെങ്കിൽ ഗിവൺ മാസ് ബൈ ഗ്രാം അറ്റോമിക് മാസ്. ഇവിടെ സോഡിയത്തിന്റെ കേസിൽ മക്കൾ നോക്കുക, ഗ്രാം അറ്റോമിക് മാസ് GAM, ഗ്രാം അറ്റോമിക് മാസ് ഓഫ് സോഡിയം എന്ന് പറഞ്ഞാൽ 23 ആണ്. റെഡിയാണ്. അപ്പൊ ആദ്യം ഗ്രാമിൽ തന്നാൽ മോളിലേക്ക് എങ്ങനെയാ മാറ്റുക എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് ബൈ ഗ്രാം അറ്റോമിക് മാസ്. ഇവിടെ ആറ്റമാണ്, സോ അറ്റോമിക് മാസ് മതി. സോ മോൾ ഈക്വൽ ടു, മക്കൾ പറ, മോൾ ഈക്വൽ ടു 230 ഡിവൈഡഡ് ബൈ 23. റെഡി അല്ലേ? അപ്പൊ എത്ര മോളാ? 10 മോൾ, 10 മോൾസ് ആണ്. 10 മോൾസ്. റെഡി. അപ്പൊ ഒന്നാമത്തെ പോയിന്റ്, ഫസ്റ്റ് പോയിന്റ് പഠിച്ചേ, ഗ്രാമിൽ തന്നാൽ മോളിലേക്ക് മാറ്റാൻ ഗിവൺ മാസ് ബൈ ഗ്രാം അറ്റോമിക് മാസ്. അതേസമയം വോളിയം ആണ് തന്നത്, STPയിലെ വോളിയം. ഒന്നുമില്ല, വോളിയം തന്നാൽ മോളിലേക്ക് മാറ്റാൻ എളുപ്പമാണ്. വോളിയം അറ്റ് STP ഡിവൈഡഡ് ബൈ 22.4 ചെയ്താൽ മതി. മക്കളോട് പറഞ്ഞു 44.8, 44.8 ലിറ്റർ കാർബൺ ഡയോക്സൈഡ് എത്ര മോളാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ വോളിയം അറ്റ് STP 44.8. അപ്പൊ ഇങ്ങനെ മോൾ കാണുക, മോൾ ഈക്വൽ ടു വോളിയം അറ്റ് STP 44.8 ഡിവൈഡഡ് ബൈ 22.4 അല്ലേ? അപ്പൊ വോളിയം അറ്റ് STP ലിറ്റർ ഡിവൈഡഡ് ബൈ 22.4 ചെയ്താൽ എത്ര കിട്ടും? മോൾ കിട്ടും. എങ്ങനെ കിട്ടുക? സോ മോൾ ഈക്വൽ ടു ആണ്. മോൾ ഈക്വൽ ടു ഇങ്ങനെ ചെയ്യാം, വോളിയം അറ്റ് STP ഡിവൈഡഡ് ബൈ 22.4. ഇത് എത്രയാണ് ആൻസർ? ഇത് 2 മോൾ ആണ്. 2 മോൾസ്. റെഡിയാണ്? 2 മോൾസ് ആണ് ആൻസർ. അപ്പൊ ഗിവൺ ഡാറ്റ വോളിയം ആണെങ്കിൽ മോളിലേക്ക് മാറ്റാൻ വോളിയം അറ്റ് STP ഡിവൈഡഡ് ബൈ 22.4. റെഡി? അതും സെറ്റായി. ഇനി മൂന്നാമത്തെ പ്രോബ്ലത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നമ്പർ ഓഫ് ആറ്റംസ് ആണ് തന്നത്. 6.022 into 10⁻30 ആറ്റംസ് ഓഫ് കാർബൺ നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളുടെ കയ്യിൽ 6.022 into 10⁻30 ആറ്റംസ് ഉണ്ടെങ്കിൽ അത് എത്ര മോളാണ് എന്ന് ചോദിച്ചാൽ ഒന്നും നോക്കണ്ട, നമ്പർ ഓഫ് ആറ്റംസ് ഡിവൈഡഡ് ബൈ അവോഗാഡ്രോ നമ്പർ ചെയ്താൽ മതി. നമ്പർ ഓഫ് ആറ്റംസ് ഡിവൈഡഡ് ബൈ അവോഗാഡ്രോ നമ്പർ ചെയ്യണം. മോൾ ഈക്വൽ ടു നമ്പർ ഓഫ് ആറ്റംസ് എത്രയാ? 6.022 into 10⁻30 നമ്പർ ഓഫ് ആറ്റംസ് ആണ്. ഡിവൈഡഡ് ബൈ അവോഗാഡ്രോ നമ്പർ എത്രയാ? 6.022 into 10⁻23 ആണ്. 23. അപ്പൊ നമ്പർ ഓഫ് ആറ്റംസ് ഡിവൈഡഡ് ബൈ അവോഗാഡ്രോ നമ്പർ. ക്ലിയർ അല്ലേ? നമ്പർ ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്നാ ഇങ്ങനെ ചെയ്താൽ മതി. ഇതാ കട്ട് ചെയ്യുക. കട്ട് ചെയ്തു. 10⁻20 10⁻30 കട്ട് ചെയ്തു. 10⁻7 ബാക്കി 10⁻7 മോൾസ്. അപ്പം ആദ്യം മോള് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഏത് രീതിയിൽ തന്നാലും മോള് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഗിവൺ മാസ് എന്നാൽ ഗ്രാം അറ്റോമിക് മാസ് അല്ലെങ്കിൽ ഗ്രാം മോളിക്കുലർ മാസ്. നമ്പർ ഓഫ് ആറ്റംസ് എന്നാൽ നമ്പർ ഓഫ് ആറ്റംസ് ഡിവൈഡഡ് ബൈ അവോഗാഡ്രോ നമ്പർ. വോളിയം അറ്റ് STP ഡിവൈഡഡ് ബൈ 22.4. മോള് കാണാൻ പഠിച്ച് 2 മാർക്ക് അവിടെ കിട്ടിയേ. നെക്സ്റ്റ്, ഇനി മോളിനെ മാസാക്കി മാറ്റാം, മോളിനെ വോളിയം ആക്കി മാറ്റാൻ, വോളിനെ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ആക്കി മാറ്റാം. മക്കളെ മോള് തരും നിങ്ങൾക്ക്. മോള് ഗിവൺ ഡാറ്റ ആയിരിക്കും. മോളിനെ മാസാക്കി മാറ്റണം, മോളിനെ വോളിയം ആക്കി മാറ്റണം, മോളിനെ നമ്പർ ഓഫ് ആറ്റംസ് ആക്കണം അല്ലെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആക്കണം. എളുപ്പമാണ്. ഇവിടെ മോളിനെ മാസാക്കി മാറ്റണം. 2 മോൾ സൾഫ്യൂരിക് ആസിഡ്. അപ്പൊ അവർ ഗിവൺ ഡാറ്റ നോക്കിയോ മക്കൾ നോക്കുക. ഗ്രാം മോളിക്കുലർ മാസിനും GMM ഓഫ് സൾഫ്യൂരിക് ആസിഡ് ഈസ് 98 ആണ്. ഇനി മോളിനെ മാസാക്കി മാറ്റാൻ മോളാർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മോൾ തന്നിട്ട് മാസ് കാണാൻ പറയാ. 2 മോൾ സൾഫ്യൂരിക് ആസിഡ് എന്ന് തന്നാൽ എത്ര ഗ്രാം ആണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, നിങ്ങൾ ചെയ്യേണ്ടത് സൾഫ്യൂരിക് ആസിഡ് മോൾ എത്രയാ? 2. അതിന് മോളാർ മാസ് എത്രയാ? 98. സോ ഇറ്റ് ഈസ്
196 ഗ്രാം ആണ്. അപ്പൊ 2 മോൾ സൾഫ്യൂരിക് ആസിഡ് എത്ര ഗ്രാം ആണ് എന്ന് ചോദിച്ചാൽ ഗ്രാം മോളിക്കുലാർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2 × 90 that is equal to 196 ആണ്. ക്ലിയർ ആണ്? ഇനി 10 മോൾ O2 at STP മോൾ തന്നിട്ടുണ്ട്, വോള്യത്തിലേക്ക് മാറ്റാനാ പറഞ്ഞിരിക്കുന്നത്. 10 മോൾ ഓക്സിജൻ STPയിൽ 10 മോൾ ഓക്സിജൻ ആണ്. STPയിൽ 10 മോൾ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എത്ര ലിറ്റർ ആണ് എന്നാണ് ക്വസ്റ്റ്യൻ. എത്ര ലിറ്റർ വോള്യമാക്കി മാറ്റണം. 10 മോൾ ഓക്സിജൻ STPയിൽ 10 മോൾ ഓക്സിജൻ എത്ര ലിറ്റർ ആയിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഒന്നും ചെയ്യേണ്ട, വളരെ സിമ്പിൾ ആണ് മക്കള്. 10 × 22.4 ലിറ്റർ ആയിരിക്കും. that is equal to 224 ലിറ്റർ ആയിരിക്കും. 10 മോൾ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ 224 ലിറ്റർ ആയിരിക്കും. എന്താ ചെയ്യേണ്ടത്? മോളിന 22.4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? അപ്പൊ മോളിനെ വോള്യത്തിലേക്ക് മാറ്റാൻ 22.4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അടുത്തത് നമ്പർ ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആക്കണം. തന്നിരിക്കുക 50 മോൾ വാട്ടർ ആണ്. 50 മോൾ വാട്ടർ എത്ര മോളിക്യൂൾ ആണെന്ന് വെച്ചാൽ 50 × 6.022 × 10⁻23 വാട്ടർ മോളിക്യൂൾ ആണ്. വാട്ടർ മോളിക്യൂൾ ആയിരിക്കും. അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ 50 മോൾ വാട്ടർ എത്ര മോളിക്യൂൾ ആണ് എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 50 × 6.022 × 10⁻23 കൊണ്ട് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി എത്ര ആറ്റംസ് ആണ് എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? 50 × 6.022 × 10⁻23 × 3 എവിടെ തന്നു? വാട്ടർ മോളിക്യൂളിൽ 3 ആറ്റംസ് ഉണ്ട്. ശരിയല്ലേ? സോ 3 ആറ്റംസ് ആയിരിക്കും. അപ്പൊ അതും കിട്ടി. നമ്പർ ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ചോദിച്ചാലും ആൻസർ ആയി. ക്ലിയർ ആണ്. അപ്പൊ മോള് തന്നാൽ വോളിയം കാണാൻ, മോള് തന്നാൽ മാസ് കാണാൻ മോളാർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മോള് തന്നാൽ വോളിയം കാണാൻ 22.4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മോള് തന്നാൽ നമ്പർ ഓഫ് ആറ്റംസ് കാണാൻ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. റെഡി അല്ലേ? യെസ്. അടുത്ത പ്രോബ്ലം. ഒരു പക്ഷേ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ കുഴക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ലിമിറ്റിംഗ് റിയാക്ടന്റ് ആയിരിക്കും. ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ആദ്യം തീർന്നു പോകുന്നത് ആരാണോ അയാളെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് റിയാക്ടന്റ്. ഒരു പ്രോബ്ലം വളരെ ഈസി ആയിട്ട് 1 മിനിറ്റ് ചെലവഴിച്ചാൽ ചെയ്തു തീർക്കാവുന്ന ഒരു പ്രോബ്ലം മാത്രമാണ് ലിമിറ്റിംഗ് റിയേജന്റ്. ഓക്കെ, നോക്കിയല്ലേ നമ്മൾ. നമുക്ക് 9 മോൾ ഡൈ നൈട്രജനും 18 മോൾ ഡൈ ഹൈഡ്രജനും തന്നു. നിന്റെ കയ്യിൽ 9 മോൾ നൈട്രജൻ ഉണ്ട്, ഡൈ നൈട്രജൻ. 18 മോൾ ഹൈഡ്രജൻ ഉണ്ട്. ഇവര് ചേർന്ന് അമോണിയ ഉണ്ടാക്കുകയാണ്. ഇവരെ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ആദ്യം ആരാണ് തീർന്നു പോകുന്നത് അയാളെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് റിയാക്ടന്റ്. ഇതിൽ നൈട്രജൻ ആണോ ഹൈഡ്രജൻ ആണോ ലിമിറ്റിംഗ് റിയാക്ടന്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. മക്കളുടെ കയ്യിൽ 9 മോൾ നൈട്രജനും 18 മോൾ ഹൈഡ്രജനും തന്നു. ശരിയല്ലേ? അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ ഒന്ന് എഴുതി വെക്കുക, 9 ആണ്. അയ്യോ, ആ ലെറ്റർ ഒന്ന് മാറ്റിക്കളട്ടെ. നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ എന്ന് എഴുതി വെക്കുക. എത്രയാ പറ? നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ എഴുതി വെക്കുക. എത്രയാ വരുന്നത്? ബ്ലാക്ക് എടുക്കുക. ഓക്കെ. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഡൈ നൈട്രജൻ എത്രയായെന്ന് വെച്ചാൽ 9 മോൾസ് ആണ്. 9 മോൾസ്. ശരിയാണ്. റെഡി അല്ലേ? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഡൈ നൈട്രജൻ 9 മോൾസ് ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഡൈ ഹൈഡ്രജൻ 18 മോൾസ് ആണ്. 18 മോൾസ്. ക്ലിയർ? ലിമിറ്റിംഗ് റിയാക്ടന്റ് ഏത് എന്ന് കാണാൻ ആദ്യം നമ്പർ ഓഫ് മോൾസ് എടുത്തെഴുതുക. നമ്പർ ഓഫ് മോൾസ് തന്നിട്ടുണ്ട്. 9 മോൾസ് ഡൈ നൈട്രജൻ ആൻഡ് 18 മോൾസ് ഡൈ ഹൈഡ്രജൻ എന്ന് തന്നിട്ടുണ്ട്. ഇനി സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഇതിന് മുൻപിലുള്ള നമ്പർ ആണ്. ഇതിന് മുൻപിലുള്ള നമ്പർ ഇവിടെ എത്ര കൊടുക്കുക? ഇവിടെ നമുക്ക് എത്ര കൊടുക്കുക? ഇവിടെ 1 കൊടുക്കാം. ഇവിടെ മുൻപുള്ള നമ്പർ 1 ആണ്. ഇതിന് മുമ്പ് 3 ആണ്. അപ്പോൾ 1 നമ്മൾ ബോക്സിലാക്കി വെക്കുക, 1 എന്നുള്ള ബോക്സിലാക്കി വെക്കുക, 3 എന്നുള്ളത് ബോക്സിലാക്കി. ഇതാണ് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ്. സോ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ നമുക്ക് 1 എഴുതാം. ഇവിടെ 1 എഴുതാം സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ്. ഇവിടെ 3 എഴുതാം സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ്. റെഡി അല്ലേ? ആദ്യം നമ്പർ ഓഫ് മോൾസ് എഴുതി, പിന്നെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് എഴുതി. അടുത്തത് നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് 9/1 ഈസ് ഈക്വൽ ടു 9.
18/3 എത്രയാ? 18/3 എത്ര വരും? 18/3 എത്ര വരിക? 6 വരും. ക്ലിയർ അല്ലേ? അപ്പൊ ഇതും കണ്ടു കഴിഞ്ഞു. മക്കൾ ശ്രദ്ധിക്കുക, ഈ കിട്ടിയ വാല്യൂവിൽ ഏറ്റവും ചെറുതാരതാ? ഏറ്റവും ചെറിയ വാല്യൂ ഏതാ? ഏറ്റവും ചെറിയ വാല്യൂ ഇതാണ്. ഇതിനുടമയാരാണ്? ഹൈഡ്രജൻ ആണ്. സോ ഹൈഡ്രജൻ ഈസ് ദ ലിമിറ്റിംഗ് റിയാക്ടന്റ്. കഴിഞ്ഞു. 3 മാർക്ക് പ്രോബ്ലം കയ്യിലായി. 3 മാർക്ക് കിട്ടിക്കഴിഞ്ഞു. ആദ്യം നമ്പർ ഓഫ് മോൾസ് കാണുന്നു, പിന്നെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് എഴുതുന്നു. അടുത്തത് നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ്. നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ്. കിട്ടിയ വാല്യൂവിൽ ആരാണോ ചെറുത്? ഏതാ ചെറുത്? ഹൈഡ്രജന്റെ വാല്യൂ ആണ് ചെറുത്. അയാളായിരിക്കും ലിമിറ്റിംഗ് റിയാക്ടന്റ്. അതിനുടമ 6 എന്നുള്ള നമ്പറിന്റെ ഉടമ ആരാ? ഹൈഡ്രജൻ ആണ്. സോ ഹൈഡ്രജൻ ഈസ് ദ ലിമിറ്റിംഗ് റിയാക്ടന്റ്. കിട്ടിയല്ലോ? കിട്ടിയില്ലേ? അപ്പൊ എന്താ ലിമിറ്റിംഗ് റിയാക്ടന്റ്? ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ആദ്യം തീർന്നു പോകുന്നത് ആരാണോ അയാൾ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് റിയാക്ടന്റ്. കിട്ടി? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ മക്കൾ? ഓക്കെ അല്ലേ? അടുത്ത സ്ലൈഡ്. ഇതിന് പറയാ കാൽക്കുലേഷൻ ബേസ്ഡ് ഓൺ കെമിക്കൽ ഇക്വേഷൻ എന്നാ പറയാ. കാൽക്കുലേഷൻ ബേസ്ഡ് ഓൺ കെമിക്കൽ ഇക്വേഷൻ. ചോദ്യം ഇതാണ്. 9 മോൾ നൈട്രജനും 18 മോൾ ഡൈഹൈഡ്രജനും കമ്പൈൻ ചെയ്യാം. 9 മോൾ ഡൈനൈട്രജനും 18 മോൾ ഡൈഹൈഡ്രജനും കമ്പൈൻ ചെയ്താൽ എത്ര ഗ്രാം അമോണിയ ഉണ്ടാവും? എത്ര ഗ്രാം അമോണിയ ഉണ്ടാവും എന്നതാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ആണ്, ഒരു രക്ഷയില്ല, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ നേരത്തെ ചെയ്ത അതേ കാര്യം ഇവിടെ എടുത്ത് എഴുതുക. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഡൈനൈട്രജൻ 9 എന്ന് എഴുതുക. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഡൈഹൈഡ്രജൻ 18 എന്ന് 18 അത് എഴുതിയല്ലേ? നമ്പർ ഓഫ് മോൾസ് ഓഫ് അമോണിയ അറിയത്തില്ല, n. നമ്പർ ഓഫ് മോൾസ് ഓഫ് അമോണിയ NNH3 എന്ന് എഴുതുക. നമ്പർ ഓഫ് മോൾസ് ഓഫ് അമോണിയ അറിയത്തില്ല, അമോണിയ അറിയത്തില്ല, NNH3 എന്ന് എഴുതുക. നേരത്തെ ചെയ്തതിന് ഒരു വ്യത്യാസം മാത്രം, ഇവിടെ അമോണിയയുടെ അളവ് കൂടി എഴുതിയിട്ടുണ്ട്. ഇനി സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ഇവിടെയുള്ള നമ്പർ എത്രയാ? 1 ആണ്. ഇവിടെ നമ്പർ എത്രയാ? 3 ആണ്. ഇവിടെ നമ്പർ എത്രയാ? 2 ആണ്. അത് എഴുതി. നേരത്തെ എന്താണോ ചെയ്തത് അത് തന്നെ. നമുക്ക് അമോണിയയുടെ അളവാണ് കാണേണ്ടത്, ലിമിറ്റിംഗ് റിയേജന്റ് അല്ല കാണേണ്ടത്. അമോണിയ എത്ര ഉണ്ടാവും അതാണ് കാൽക്കുലേഷൻ ബേസ്ഡ് ഓൺ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ്. 9/1 = 9. 18/3 = 6. ക്ലിയർ അല്ലേ? നമ്പർ ഓഫ് മോൾസ് ഓഫ് അമോണിയ NNH3/2. റെഡി? എഴുതി. ഇത്ര എഴുതി വെച്ചു. മക്കളെ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ ആരാണോ ലിമിറ്റിംഗ് റിയാക്ടന്റ് അയാളെ റൗണ്ട് ചെയ്യുക. അയാളെ റൗണ്ട് ചെയ്ത് വെക്കുക. അമോണിയനെ റൗണ്ട് ചെയ്ത് വെക്കുക. അമോണിയയുടെ അളവല്ലേ കണ്ടത് അല്ലേ? ലിമിറ്റിംഗ് റിയാക്ടന്റിനെ റൗണ്ട് ചെയ്തു, അമോണിയനെ ഞാൻ റൗണ്ട് ചെയ്തു. ക്ലിയർ അല്ലേ? എന്നിട്ട് അവരെ ഈക്വൽ ടു ചെയ്താൽ ലിമിറ്റിംഗ് റിയാക്ടന്റ് മാസ് കിട്ടി. മാസ് കാൽക്കുലേറ്റ് ചെയ്തു. എന്താ ചെയ്യേണ്ടത്? ലിമിറ്റിംഗ് റിയാക്ടന്റ് കാണുക, എന്നിട്ട് ലിമിറ്റിംഗ് റിയാക്ടന്റിനെ റൗണ്ട് ചെയ്യുക, അമോണിയയുടെ അളവ് റൗണ്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എടുത്ത് ചെയ്താ 6 = NNH3/2 എന്ന് എഴുതാം. NNH3/2. റെഡി അല്ലേ? ഈ 6 = NNH3/2 ആണ്. ഈ 2 ഇവിടെ വന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ 2 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. NNH3 = 12 ആണ്. NNH3 = 12. 12 = 12 × 17. 12 മോൾ ആണ്. 12 മോൾ ആയിരിക്കും. 12 മോൾ കിട്ടി. NNH3 എന്ന് പറഞ്ഞാൽ പറ. NNH3 എന്ന് പറഞ്ഞാൽ 12 മോൾസ് ആണ്. 12 മോൾസ്. 12 മോൾസ് എന്ന് പറഞ്ഞാൽ 12 × 17 ഗ്രാം ആണ്. 17 ഗ്രാം. ഗ്രാമിലേക്ക് മാറ്റാൻ നമ്മൾ മോളാർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അമോണിയയുടെ മോളാർ മാസ് എത്രയാ? 17 ആണ്. അപ്പൊ മോള് കിട്ടി 12 മോളാണെന്ന് കിട്ടി. 12 മോൾ എത്ര ഗ്രാം ആണെന്ന് ചോദിച്ചാൽ 12 × 17 ഗ്രാം ആണ്. 12 × 17 ഗ്രാം. അപ്പൊ മാസ് ഓഫ് അമോണിയ കിട്ടി. അപ്പൊ ലിമിറ്റിംഗ് റിയാക്ടന്റിന്റെ പ്രോബ്ലം പഠിച്ചാൽ രണ്ടുണ്ട് കാര്യം. വേണമെങ്കിൽ ലിമിറ്റിംഗ് റിയാക്ടന്റിന് മാത്രമല്ല, ഉണ്ടാവുന്ന പ്രോഡക്റ്റിന്റെ അളവ് വരെ തീരുമാനിക്കാൻ ആർക്ക് പറ്റും? ലിമിറ്റിംഗ് റിയാക്ടന്റിന് പറ്റും. ലിമിറ്റിംഗ് റിയാക്ടന്റിനെ റൗണ്ട് ചെയ്തു, നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റിന് റൗണ്ട് ചെയ്തു, അവരെ ഈക്വൽ ടു എഴുതുക. എന്നാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് അമോണിയ കിട്ടിയ അവിടെ നമ്മളോട് പറഞ്ഞത് മാസ് ഓഫ് അമോണിയ കാണാനാ. മാസ് ഓഫ് അമോണിയ 9 മോൾ ഡൈനൈട്രജനും 18 മോൾ ഡൈഹൈഡ്രജനും റിയാക്ട് ചെയ്താൽ ഉണ്ടാകുന്ന അമോണിയയുടെ മാസ് കാണാൻ ഇങ്ങനെ ചെയ്താൽ മതി. 4 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. റെഡി അല്ലേ? അടുത്ത പ്രോബ്ലം. യെസ്, ഈ ചാപ്റ്റർ ലാസ്റ്റ് പറയുന്ന കാര്യമാണ് മൊളാരിറ്റി ആൻഡ് മോൾ ഫ്രാക്ഷൻ. നിങ്ങളോട് പറയാ 2 മോൾ 2 മോൾസ് സോഡിയം ഹൈഡ്രോക്സൈഡ് 2 മോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് 2 ലിറ്റർ സൊല്യൂഷൻ ആണെങ്കിൽ മൊളാരിറ്റി എത്രയാന്ന് വെച്ചാൽ 2. നമ്പർ ഓഫ് മോൾസ് 2, വോളിയം ഇൻ സൊല്യൂഷൻ എത്രയാ? 2 / 1 മോളാർ ആണ്.
2 മോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് 2 ലിറ്ററിൽ ഡിസോൾവ് ചെയ്യുക. മൊളാരിറ്റി കാണാൻ പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം ഇൻ ലിറ്റർ. കിട്ടിയോ? 2 മോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് 2 ലിറ്ററിൽ ഡിസോൾവ് ചെയ്തിട്ടുണ്ട്. മൊളാരിറ്റി എത്ര വെച്ചാൽ നമ്പർ ഓഫ് മോൾസ് 2, വോളിയം ഇൻ ലിറ്റർ എത്രയാ? വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ ആണ്. വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ എത്രയാ? 2, 1 മോളാർ. ഇനി നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. ശ്രദ്ധിച്ചോ, 2 മോൾ സൊല്യൂട്ട്, 2 മോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ഇൻ 10 കിലോഗ്രാം വാട്ടറിലാണുള്ളതെങ്കിൽ 10 കിലോഗ്രാം വാട്ടറിലാണുള്ളതെങ്കിൽ മക്കൾ നോക്കുക, 2 മോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് 10 കിലോഗ്രാം വാട്ടറിലാണെങ്കിൽ മൊലാലിറ്റി സ്മോളിയം എത്ര വെച്ചാൽ നമ്പർ ഓഫ് മോൾസ് 2 കിലോഗ്രാം, മാസ് ഓഫ് സോൾവെന്റ് കിലോഗ്രാം 10, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/5. 1/5 ഈസ് ഈക്വൽ ടു 0.2 മോലാൽ. റെഡി? അപ്പൊ മൊളാലിറ്റി കാണാൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. അടുത്തത് മോൾ ഫ്രാക്ഷൻ ആണ്. ഒരു സൊല്യൂഷൻ മേക്ക് ചെയ്തിരിക്കുന്ന 2 കമ്പോണന്റ് ആണ്, എ ആൻഡ് ബി. എയും ബിയും. എ 2 മോൾ ആണ്, ബി 3 മോൾ ആണ്. ബി എത്രയാ? 3. ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിരിക്കുക എയും ബിയും, 2 മോൾ എയും 3 മോൾ ബിയും ചേർത്ത് ഒരു സൊല്യൂഷൻ മേക്ക് ചെയ്തു. എ ബി എന്ന് പറഞ്ഞ സൊല്യൂഷൻ എന്താ ഉണ്ടാക്കിയത്? പറ. എ ബി എന്ന് പറഞ്ഞ സൊല്യൂഷൻ ഉണ്ടാക്കി. 2 മോൾ എ ഉണ്ട്, 2 മോൾസ് ഓഫ് എ ആൻഡ് 3 മോൾസ് ഓഫ് ബി. മോൾ ഫ്രാക്ഷൻ ഓഫ് എ എത്രയായെന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ എത്രയാ? നമ്പർ ഓഫ് മോൾസ് ഓഫ് എ 2 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് 2 + 3 എത്രയാ? ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് 3 2 + 3 എത്രയാ? 5 വരും. ദാറ്റ് ഈസ് 2/5. ക്ലിയർ? മോൾ ഫ്രാക്ഷൻ ഓഫ് എ ഇതാണ് 2/5. മോൾ ഫ്രാക്ഷൻ ഓഫ് ബി എത്രയാ? എന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് 2 + 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 3/5. അങ്ങനെ മോൾ ഫ്രാക്ഷനും കഴിഞ്ഞു അല്ലെ? വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരു ചാപ്റ്ററിലെ മുഴുവൻ പ്രോബ്ലംസ് നമ്മൾ തീർത്ത് കഴിഞ്ഞു. ക്ലിയർ അല്ലേ? വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് പ്രോബ്ലംസും ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റും നമ്മൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഈ വീഡിയോ മാത്രം മതി നിങ്ങൾക്ക് എന്ത് ചെയ്യുക? നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ. മക്കൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മക്കൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം മക്കൾ എന്ത് ചെയ്യുക? വീഡിയോന് താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, ആവശ്യമുണ്ടെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക? വീഡിയോന് താഴെ കമന്റ് ചെയ്യുക. അതുപോലെ ഏകന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. റെഡി അല്ലേ? അപ്പോൾ ബൈ.